തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ 5 വർഷം ഈ നാടിന്റെ വികസനം നിങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. 5 വർഷം മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ച് വന്നപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളാണ് വികസന പദ്ധതികളായി പൂർത്തീകരിച്ചതും പ്രവർത്തനം ആരംഭിച്ച് തുടരുന്നതും ഫണ്ട് അനുവദിച്ച് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഈ പദ്ധതികളെല്ലാം നിങ്ങളുടെ പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ബേപ്പൂർ ഓഷ്യാനിക് സ്റ്റാഡിയം ഉൾപ്പെടെ ബേപ്പൂർ മറീന ഉൾപ്പെടെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എല്ലാ നിലയിലും എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കണം. ഒരു ആംബുലൻസ് വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കണം. ഒരു ആംബുലൻസ് വരുന്നുണ്ട്, എല്ലാവരും മാറിക്കൊടുക്കണം. എല്ലാവരും മാറിക്കൊടുക്കണം. ഒരു ആംബുലൻസ് വരുന്നുണ്ട്, എല്ലാവരും മാറിക്കൊടുക്കണം. എല്ലാവരും മാറിക്കൊടുക്കണം. എല്ലാവരും മാറിക്കൊടുക്കണം. എല്ലാവരും മാറിക്കൊടുക്കണം. ഇന്ന് ലോകത്തിലാണ് സഹായകരം. അതുകൊണ്ട് BJP വിരുദ്ധ മനസ്സുള്ള മതവർഗീയതയ്ക്ക് പോരാടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു കാര്യങ്ങളോടും കിടക്കാൻ ഈ വേളയിൽ ആഗ്രഹമില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ബേപ്പൂർ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശം, ചിലരുടെ ധാരണ പണത്തിന് മുകളിൽ പരിന്ത് പറക്കില്ല എന്നാണ്. എന്നാൽ പണത്തിന് മീതെ ബേപ്പൂർ പറക്കും എന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഈ കാണുന്നവരെല്ലാം ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവിടെ ആരെയും പുറത്ത് പൈസ കൊടുത്ത് ഇറക്കിയവരല്ല. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ പോയത് ഈ മണ്ഡലത്തിലെ ജനങ്ങളാണ്. അവർ ഓരോരുത്തരും സ്വന്തം ജോലി ഉൾപ്പെടെ ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്തിറങ്ങിയതാണ്. അല്ലാതെ പുറമേ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും കൂലിക്കാണ് വന്നല്ല ഇവിടെ സ്ഥാപിക്കുന്നത്. അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ കൂലിക്ക് പുറമേ നിന്ന് ആളെ കിട്ടും, വോട്ട് വെക്കാൻ കിട്ടും, ചുമരെഴുതാൻ കിട്ടും, കോടിറങ്ങാൻ കിട്ടും. പക്ഷെ വോട്ട് ചെയ്യുന്നത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ് എന്ന് ഓർക്കണം. അത് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 5 വർഷം 1778 ദിവസം മന്ത്രി എന്ന ചുമതല വഹിക്കുമ്പോഴും എവിടെയുണ്ടെങ്കിലും ഒരു ദിവസം പോലും ഈ മണ്ണിനെ കുറിച്ച്, ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസമില്ല എന്നെനിക്ക് നേരത്തെ പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ വിശ്വാസ്യതയെ പ്രാധാന്യത്തോടുകൂടി കാണുന്നവരെല്ലാം ഇത്തവണ LDFന് വോട്ട് ചെയ്യണം. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നാളെ എന്ത് നിലപാടെടുക്കും, ഞാൻ നാളെ എന്ത് സമീപനമെടുക്കും, ഞാൻ നാളെ എന്ത് പ്രസ്താവനമെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമെന്നാൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, UDFന് വേണ്ടി പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന നല്ലവരായ പ്രവർത്തകർക്ക് നാളെ നിങ്ങളുടെ UDF സ്ഥാനാർത്ഥി എന്ത് രാഷ്ട്രീയ സമീപനമെടുക്കും, എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കും, എന്ത് സമീപനമെടുക്കും എന്ന് പറയാൻ സാധിക്കുമോ? മുൻപത്തെ കൈവച്ച് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നൽകാൻ സാധിക്കുമോ? ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.